ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സൗമ്യ അജിൻ. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ടോപ്പർ ആവാനുള്ള ആഗ്രഹം നടത്തിയെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങളിൽ പലരും ഇങ്ങനത്തെ വീഡിയോസ് സ്ഥിരം കാണുന്നവരായിരിക്കും അല്ലേ. ചിലപ്പോൾ ചില കണ്ടൻസൊക്കെ സെയിം ആയിരിക്കും. ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അല്ലേ. രാവിലെ എഴുന്നേൽക്കണം, ടു ഡു ലിസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ടൈം ടേബിൾ തയ്യാറാക്കണം. ഇതൊക്കെ തന്നെ ആയിരിക്കും പല വീഡിയോസിലും, എൻ്റെ വീഡിയോസ് ഉൾപ്പെടെ പല വീഡിയോസിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾക്കും അറിയാം. പക്ഷെ നിങ്ങൾ വീണ്ടും വീണ്ടും ഓരോ വീഡിയോസ് ഇടുമ്പോൾ കേൾക്കാൻ വരും അല്ലേ. അതെന്തുകൊണ്ടായിരിക്കും? നിങ്ങൾക്ക് പഠിക്കണം, ജീവിതത്തിൽ സക്സസ് ആവണമെന്ന് അതിയായ ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ. മുടങ്ങാതെ ഇങ്ങനത്തെ സ്റ്റഡി മോട്ടിവേഷൻ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സൂപ്പർ സ്റ്റുഡൻസ് ആണ്. നിങ്ങൾ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിയിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച പൊസിഷനിൽ നിങ്ങൾ ഉറപ്പായിട്ടും എത്തിയിരിക്കും. അടങ്ങാത്ത ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണുന്നത്. ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ സക്സസ് ആവുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. കാരണം ഞാനും 1ാം റാങ്കൊക്കെ നേടുന്നതിന് മുമ്പ് ഇതുപോലെ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ് കാണുമായിരുന്നു. അങ്ങനെ കിട്ടിയൊരു ഊർജ്ജത്തിലാണ് ഞാനും പഠിക്കാൻ തുടങ്ങിയത്. എപ്പോഴും മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണെങ്കിലും ചില ആളുകളുടെ ഒരു വാചകം മതി നമ്മുടെ ലൈഫ് തന്നെ മാറാൻ. ചില ആളുകളുടെ ആ ഒരു മോട്ടിവേഷൻ മതി നമ്മൾക്ക് കൂടുതൽ ചിന്തിക്കുവാനും കൂടുതൽ പഠിക്കുവാനും ഒക്കെ ഉള്ള ഒരു ഊർജ്ജം നൽകാനായിട്ട്. അതുകൊണ്ട് തന്നെ സ്ഥിരം മോട്ടിവേഷൻ വീഡിയോസ് കാണുക. യൂട്യൂബൊക്കെ അതിനായിട്ട് മാത്രം യൂസ് ചെയ്യുക. ഒന്നുകിൽ പഠിക്കുന്ന കണ്ടന്റ് നോക്കുക, അല്ലെങ്കിൽ മോട്ടിവേഷൻ. അതിനപ്പുറം യൂട്യൂബിലെ ഇഷ്യൂസ് ഒന്നും സെർച്ച് ചെയ്യാൻ പോവുകയേ ചെയ്യരുത്. ഒരുപാട് ഫാമിലി വ്ളോഗും അതേപോലെ വാട്ട് ഐ നീഡ് ടുഡേയും ഒക്കെ ഒരുപാടുള്ള ഒരു സോഷ്യൽ മീഡിയ ആണ് ഈ ഒരു നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്നത്. വല്ലവരുടെയും ഫാമിലി വ്ളോഗ് കണ്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് നേടാനാണ്? അല്ലെങ്കിൽ വല്ലവരും ദിവസം കഴിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാണ്? ഒന്നുമില്ല. നിങ്ങളുടെ ടൈം സ്പോയിൽ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾ മാക്സിമം എക്സാം ടൈം ആകുമ്പോഴെങ്കിലും ഒന്ന് ഒഴിവാക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ കാണാം. ഒരിക്കലും അത് ലൈഫിൻ്റെ പാർട്ടാക്കാനേ പാടില്ല. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് പഠിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ്. പഠിക്കുക എന്ന് മാത്രമല്ല, ഒരു ജീവിതം കെട്ടി ഉയർത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പടുത്തുയർത്തുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഉള്ള ഒരു കാര്യമാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിലുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളിലേക്ക് വരാം. പഠിക്കണമെങ്കിൽ, ടോപ്പർ ആവണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു പരീക്ഷ ഇപ്പം നിങ്ങൾക്ക് വരുവാണെന്നിരിക്കട്ടെ, 10ാം ക്ലാസ്സോ നീറ്റോ +2 അല്ലെങ്കിൽ PSCയോ ഏത് പരീക്ഷയാണെങ്കിലും ആ പരീക്ഷയ്ക്ക് എത്ര മാർക്ക് വാങ്ങണം എന്നുള്ള ഒരു തീരുമാനം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവണം. 100ൽ 100 മാർക്കും വാങ്ങുന്നതൊക്കെ അത്ര പോസിബിളായിട്ടുള്ള കാര്യം ആവണം എന്നില്ല പലർക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷനാവും. ഞാൻ ഈ എക്സാം പാസ്സാവുമോ, ഞാൻ ഈ ലിസ്റ്റിൽ കയറുമോ, എനിക്ക് A+ ഫുള്ള് കിട്ടുമോ, ഇങ്ങനെയൊക്കെ കൺഫ്യൂഷനായിരിക്കും. ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ നിങ്ങൾ ആദ്യം അങ്ങ് സ്വയം തീരുമാനം എടുക്കുക. നിങ്ങൾ എത്ര ശതമാനം മാർക്ക് ഈ പരീക്ഷയ്ക്ക് വാങ്ങിയിരിക്കും. ഒരു ടോപ്പർ ആവണമെങ്കിൽ ആ ഒരു ശതമാനക്കണക്ക് ഒരിക്കലും താഴേക്ക് പോകരുത്. ഒരു 80, 90, 95% ഇടയ്ക്ക് നിൽക്കണം. അതിനുള്ളിലാണ് ഞാൻ മാർക്ക് വാങ്ങിക്കുന്നത്. നിങ്ങൾക്ക് നന്നായിട്ട് തീരുമാനമെടുക്കാൻ കഴിവുണ്ടെങ്കിൽ ഞാൻ ഒരു 95% മാർക്ക് വാങ്ങിയിരിക്കും, അല്ലെങ്കിൽ ഞാനൊരു 90%. നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഞാനൊരു 85% മാർക്ക് വാങ്ങിയിരിക്കും എന്ന് ആദ്യം തന്നെ ബോൾഡായിട്ട് തീരുമാനം എടുക്കുക. എത്രത്തോളം നമ്മൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നു അതിൻ്റെ ഏതെങ്കിലും അറ്റത്തെങ്കിലും നമ്മളെത്തും. നമ്മൾ കുന്നോളം, മലയോളം ആഗ്രഹിച്ചാൽ കുന്നോളം കിട്ടും എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ അതേപോലെ ഉള്ളൂ. നിങ്ങൾ ഏറെ ആഗ്രഹിക്കുക, അതിൻ്റെ ഏതെങ്കിലുമൊക്കെ അറ്റത്ത് നമ്മൾ എത്താതിരിക്കില്ല. ഒന്നില്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ നാണക്കേടും, ഞാൻ ഇത്രയൊക്കെ വലിയ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നോർത്തിട്ടെങ്കിലും നമ്മൾ പഠിക്കും. അതുകൊണ്ട് തന്നെ എത്ര ശതമാനം മാർക്ക് വാങ്ങുമെന്ന് ആദ്യം ഫിക്സ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നമുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് തോന്നാത്തതും പഠിക്കാൻ സമയമില്ലാത്തതായിരിക്കും. അപ്പോൾ രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത്, ഇത്രയും ശതമാനം മാർക്ക് വാങ്ങണമെങ്കിൽ ഞാൻ ഇത്ര മണിക്കൂർ പഠിക്കണമല്ലോ. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ടൈം കണ്ടുപിടിക്കുക. ഏത് മണിക്കൂറാണ്, എത്ര മണിക്കൂറാണ് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കുക. ചില ആൾക്ക് രാവിലെ പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് വൈകുന്നേരം ആയിരിക്കും, ചിലർക്ക് ഉച്ചയ്ക്കൊന്ന് ഉറങ്ങിയിട്ട് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. അത് ഏത് സമയങ്ങളാണ് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കുക. നിങ്ങൾ തന്നെ ആലോചിക്കുക. നേരത്തെയൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ അധികം ബോറടിക്കാതെ പഠിച്ചിരുന്നത് എപ്പോഴാണ്? ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒന്ന് കുളിച്ചിട്ട് ഇരുന്ന് പഠിക്കുമ്പോൾ നല്ല എനർജി ആയിരിക്കും. എനിക്കൊക്കെ അങ്ങനെയാണ്. രാവിലെ എഴുന്നേറ്റിട്ട്, ഞാൻ ഒരുപാട് അതിരാവിലെ ഒന്നും എഴുന്നേൽക്കത്തില്ല, ഒരു 6 മണിക്ക് എഴുന്നേറ്റിട്ട് കുളിച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ ഭയങ്കര എനർജിയാണ്. ഒരു ചായയോ കോഫിയോ കുടിച്ചിട്ട് പഠിക്കുക. പക്ഷേ ആ സമയത്ത് ഹെവി മീൽ പാടില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കം വരും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരു 9 മണി സമയത്തേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂർ നമുക്ക് പഠിക്കാൻ കിട്ടും. 7 മണി, 8 മണി, 9 മണി, 3 മണിക്കൂർ നമുക്ക് രാവിലെ തന്നെ ഫ്രഷ് മൈൻഡായിട്ട് പഠിക്കാൻ കഴിയും. അത് ഭയങ്കര ഒരു പഠിത്തമായിരിക്കും കേട്ടോ. ആ സമയത്ത് പഠിക്കുന്നതൊന്നും നമ്മൾ പെട്ടെന്നൊന്നും മറന്നു പോകത്തില്ല. ഇനി മറന്നാൽ തന്നെ അതൊക്കെ സ്വാഭാവികമാണ്. ലോകത്ത് ആർക്കും സൂപ്പർ ബ്രെയിൻ ഒന്നും അല്ല. എല്ലാ ആൾക്കാരും പഠിച്ചു കഴിഞ്ഞ കാര്യം ഒരു 2 ദിവസത്തിനുള്ളിൽ ഉറപ്പായിട്ടും മറക്കും. ചിലപ്പോൾ അന്ന് തന്നെ മറന്നു പോകും. അത് സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കുക ആദ്യം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓർത്തെടുക്കാൻ ശ്രമിക്കുക. മറന്നുപോയി വീണ്ടും പോയി റിവിഷൻ ചെയ്യുക, വീണ്ടും ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് മനസ്സിലത് സ്ഥിരമായിട്ട് ഓർമ്മയുണ്ടാവുന്നത്.
എന്നുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ചില പരീക്ഷയ്ക്കൊക്കെ പഠിക്കുമ്പം ഒത്തിരി പ്രാവശ്യം പഠിച്ച് ഒത്തിരി പ്രാവശ്യം റിവിഷൻ ചെയ്ത് ഓർത്തെടുക്കാനൊക്കെ ശ്രമിക്കും. പരീക്ഷ എഴുതുന്ന നിമിഷം വരെ ഇതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പരീക്ഷ കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിഞ്ഞാൽ പോലും ആ ടോപ്പിക്ക് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല. കാരണം നമ്മൾ അത്രയും പ്രാവശ്യം റിവിഷൻ ചെയ്തുകൊണ്ടാണ് അല്ലേ. അത് തന്നെ നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളിലും ആ രീതി നിങ്ങൾക്ക് അവലംബിക്കാൻ കഴിയും. അപ്പോൾ 2 കാര്യമേ ഉള്ളൂ. നിങ്ങൾ എത്ര ശതമാനം പഠിച്ച് പരീക്ഷയ്ക്ക് വാങ്ങും എന്ന് ആദ്യം തീരുമാനിക്കുക. അതേപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സമയവും കണ്ടുപിടിക്കുക. അതിനനുസരിച്ച് പഠിക്കുകയും ചെയ്യുക. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ ടിപ്സ് ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്ക് ഇപ്പോൾ ആമസോണിൽ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, പോസ്റ്റിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഞാൻ കമൻറ്റ് സെക്ഷനിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്.